പ്രിയമുള്ളവരെ നമസ്കാരം. ഒരുപാട് ആൾക്കാർ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സമയത്ത് എല്ലാവരും നെഞ്ചിലേറ്റിയ നടൻ ജയന്റെ മകനാണ് ഇപ്പൊ വന്നിരിക്കുന്നത്, മുരളി ജയൻ. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അത് ജയന്റെ മകനല്ല, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ജയൻ കല്യാണം കഴിച്ചിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. ഒരു അച്ഛനാവണമെങ്കിൽ കല്യാണം കഴിക്കണ ഒരു നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് അയാൾ ചിലപ്പോൾ ഒരു പെണ്ണെ ഇഷ്ടപ്പെട്ട് നെഞ്ചോട് ചേർത്തിട്ടുണ്ടാവും. പിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയ സമയത്തായിരിക്കും കുട്ടി ജനിക്കുന്നതും അയാൾ മരണപ്പെടുന്നതും. ഒരുപാട് ആൾക്കാർ DNA ടെസ്റ്റ് ആക്കണം, മറ്റാക്കണം, മറിച്ചാക്കണം, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഒരാളെ മുഖം കണ്ടല്ല പറഞ്ഞിട്ട് അയാൾ ആരെ മകനാണ് പറഞ്ഞിട്ട് ഏകദേശം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് അതിനെപ്പറ്റി റിസർച്ച് ചെയ്തു. അയാളെ മുഖത്തിന് ഒരു പ്രിന്റ് എടുത്തിട്ട്, ഇയാളെ മുഖത്തിന് ഒരുപാട് പ്രിന്റും കാര്യങ്ങളൊക്കെ ഒരുപാട് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ട് നോക്കുമ്പോൾ എനിക്ക് തെളിഞ്ഞ കാര്യം വരുമ്പോഴത്തേക്ക് അയാൾ പറഞ്ഞത് 100% ശരിയാണ്, ഒരു തെറ്റല്ല. അയാൾ ജയന്റെ മകൻ തന്നെയാണ്. നിങ്ങൾക്ക് ഏകദേശം അയാളെ മൂക്കിന്റെ ഈ പാലത്തിന്റെ ഇങ്ങോട്ട് നോക്കിയ ചില ആൾക്കാർക്ക്, സൂക്ഷിച്ച് നോക്കിയ ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ ഒരുപാട് ആൾക്കാർ എന്തൊക്കെ പറയുന്ന ആൾക്കാർ ഇതിന് കുഞ്ഞായ്മ ഒക്കെ പറയുന്ന ഒരു ആൾക്കാർക്കൊക്കെ മനസ്സിലായി വരില്ല. അവർക്കൊക്കെ ഇങ്ങനെ ബാഡ് പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു തർക്കമില്ല, ഇയാൾ ജയന്റെ മകനാണ്. പിന്നെ കുറെ ആൾക്കാർ, ഞാനടക്കമുള്ള ഒരുപാട് ബ്ലോഗർമാർ ചോദിച്ചു ഇതുവരെ എന്തായിരുന്നു. ചിലപ്പോൾ അതിലെ അവസ്ഥ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്തതും പുറത്ത് പറയുന്നതും ചിലപ്പോൾ പേടിയായിരിക്കും. അങ്ങനെ ഒരു ചില ആൾക്കാർ കളിയാക്കുന്നതായിരിക്കും. അവസാനം ഇതൊരു പ്രാവശ്യം പറഞ്ഞു പോയിട്ട് പിന്നെ അതിന് മുമ്പോട്ട് കയറി ഒരു ദിവസം തെളിയണമെങ്കിൽ ഇയാൾക്കൊരു ആശം ഉണ്ടാവും. ഇപ്പൊ ആർക്കെങ്കിലും ഒരാൾ അച്ഛൻ നല്ല പ്രശസ്തനായിരുന്നു, അങ്ങനത്തെ ഒരാളെ മകനാണോന്നും ഭയങ്കര കുതിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ മകനായിട്ട് അറിയാത്ത ആൾക്കാരാകുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നും. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞു വന്നതായിരിക്കും, ഒരിക്കൽ സത്യങ്ങൾ അറിയുന്നൊക്കെ അല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ആൾക്കാർ ആരും ഇതിനെപ്പറ്റി ബാഡ് കമാൻഡോ ബാഡ് വീഡിയോ ഒന്നും ഇടാൻ നിൽക്കണ്ട. പിന്നെ ഒരു ഡയറക്ടർ ഏതോ ഒരു നാറ് പറഞ്ഞു അത് ജയന്റെ മകനല്ല, ജയൻ കല്യാണം കഴിച്ചിട്ടില്ല. അയാൾ കല്യാണം കഴിച്ചത് മൊത്തം പറഞ്ഞ് ഈ നാറി ആരാവില്ലേ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു സിനിമ നടൻ എല്ലാം ഷെയർ ചെയ്യില്ല. സിനിമ നടന്നിട്ട് ഒരു വ്യക്തി എല്ലാം ഷെയർ ചെയ്യണമെന്നില്ല. ചിലപ്പം കല്യാണം കഴിച്ച പിന്നെ പറയാൻ വെച്ചിട്ടുണ്ടായിട്ടുണ്ടാവും. ഉദാഹരണത്തിന് എനിക്കൊരു കുട്ടിയുണ്ട്, ഇപ്പൊ പറയാൻ പറ്റാത്തൊരു കാര്യങ്ങൾ കല്യാണം കഴിച്ച പിന്നെ പറയാൻ വെച്ച് ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ നാറിൻ്റെ അടുത്ത് പറ, ഈ ജയനെ നന്നായിട്ട് അറിയുന്ന ഒരാളല്ലേ, നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവുന്നില്ലേ ഒരു കുട്ടിയാണോ അല്ലേ ജയന്റെ മോനാണോ മുഖം നോക്കിയാൽ മനസ്സിലാവുന്നില്ലേ, അത്ര നേരെ കാണുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ നന്ദി, നമസ്കാരം.